ഹായ് ഗായ്സ്, ഇന്ന് ഒരാൾ ചിക്കൻ കറി വയ്ക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാ എണ്ണച്ചട്ടിയിൽ എണ്ണയും വെട്ടി ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് ഇതാ ആൾക്കിണ്ടി ചെയ്യണം. ഇന്നത്തെ ഡെയിലി നമ്മൾ വെച്ച് കൊടുക്കുകയില്ലേ, ഇന്ന് എന്തിനാണെന്ന് നോക്കട്ടെ. കാരണം കേട്ടാ അവരെ കൊച്ചിച്ചൻ്റെ മോൻ ഇന്ന് വിരുന്നാണ്. ആ വിരുന്നിനുള്ള ചിക്കൻ കറിയാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുന്നത്. ഹലോ ഹായ്. കുക്കിംഗ് എന്ന് പറഞ്ഞ് ചെയ്യാൻ ഫോട്ടോയ്ക്ക് പോസ് തന്നിട്ട് ഓടിപ്പോയി അങ്ങ് TV നോക്കിപ്പോയി. ഉള്ളി അടുപ്പിയിട്ട് ഇപ്പം നോക്കിയില്ലെങ്കിൽ ഇതെല്ലാം കരി എല്ലാം ചെയ്തില്ലെന്ന് പറയും. കുറച്ച് ചെയ്യും ഓടിക്കളയും. എപ്പം നിങ്ങളെ നോക്കിയോ എപ്പോൾ വരണം. ഇടാൻ തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കും. പിടിക്കേണ്ട ഉറയെല്ലാം കയ്യിലിട്ടിട്ട് ഉറയെല്ലാം കയ്യിലിട്ടിട്ടാണ് അവിടെ പോയിരിക്കണം. ഞാൻ ഇവിടെ എന്ത് വെച്ച് പിടിക്കും. ഹലോ ഇതാ വരണം. പിടിക്കാനുള്ള ഉറ ഇട്ടിട്ട് ഉള്ളി അടുപ്പി ഇട്ടിട്ട് പോയി അങ്ങിരിക്കണം. ഇറച്ചി ഇതേ ഹെൽപ്പ് ചെയ്ത് തരണം. ഇറച്ചി വെച്ച് തരണം ആള്. കണ്ട കയ്യിലിട്ടിട്ട് ഓറ കണ്ടത്. അത് പിടിക്കാനാണ് കൈ ഇട്ട് കൊടുത്തത്. കൊടുത്തപ്പോൾ ഇതേ വെച്ചിട്ട് ഹാളിൽ പോയിരുന്നിട്ട് അങ്ങ് വിജയ് ചീഫ് മിനിസ്റ്റർ ഇത് നോക്കി നോക്കി ഇരിക്കുകയാണ്. തക്കാളി കുറച്ചിടാം. ഹലോ ഹായ്. ഉള്ളി ബ്രൗൺ കളറായി. ഇനി എങ്ങനെ ഇട്ടാ ഇതിനൊരു മസാല ഞാൻ റെഡിയാക്കി അരച്ച് വെച്ചിരിക്കുന്നു. മസാല ഇല്ല പൊരിക്കാൻ വേണമല്ലോ. ഞാനാണ് ചിക്കൻ കറി വെക്കണത്. ആ മസാല എന്തിനാ കഴിക്കുന്ന കേട്ടാ? വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പെരുംജീരകം, മറ്റേ ഇത് ഈ പട്ട ഐറ്റം എല്ലാം, ആ തടി കഷ്ണം, സ്റ്റാറ്, ക്രാമ്പ് ഇതെല്ലാം കൂടെ ഇട്ട് വന്നിട്ട് അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ട് ഉള്ളി അരിഞ്ഞിട്ടിട്ട് അത് ബ്രൗൺ കളറായതിനു ശേഷം ഈ മസാല ഗരം മസാലയ്ക്ക് തക്കാളി ഇപ്പം അല്ല, ഈ മസാലയുടെ മറ്റേ പച്ചമണം മാറണം. ഈ ഇഞ്ചി അരിഞ്ഞിരിക്കല്ലേ അതെല്ലാം ഇത് ചെയ്ത് കിട്ടിക്കിട്ടിരിക്കണം. ഇതിൻ്റെ ഇഞ്ചി ഇട്ടിരിക്കുന്നുണ്ട്. ഇഞ്ചിയുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം അല്ല മസാല ഇട്ട് കിണ്ടണം. ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ തക്കാളി അതിൽ ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിൻ്റെ അളവൊക്കെ പറയത്തുന്നുണ്ട്. ഇന്ന് കൂടുതൽ ചിക്കനാണ്. എനിക്കിങ്ങനെ കൂടുതൽ ഇതിനൊന്നും ഭയങ്കര അളവൊന്നും പറയാറില്ല. എൻ്റെ ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. തക്കാളി കുറേ നല്ല വരുവാൻ വേണ്ട. പിന്നെ അതിന് ശേഷം നമ്മളിനി ചേർക്കേണ്ടത് എരി കൂടുതലാണ്. 2 കരണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് കൂടുതലിടണം. കുറേ മല്ലിപ്പൊടി. അപ്പം തന്നെ കറി കുറച്ച് കട്ടിയായിരിക്കും. മുളക് പൊടി 2 കരണ്ടി ഇട്ടത് ചിലപ്പോൾ എരി കൂടി പോയാൽ ഈ ചേട്ടൻ്റെ അമ്മ ഉണ്ട്, ഞങ്ങളാട്ടിൻ്റെ അച്ഛനുണ്ട്, അതിക്ക് എരി കൂടിയാൽ പറ്റില്ല. പക്ഷേ ചേട്ടൻ എരി വേണം. എന്നാലും ഇതെന്തൊരു പാടാണ്. കുരുമുളകൊക്കെ ഇരിക്കുകയാണ്. മുളക് പൊടി മല്ലിപ്പൊടി ഇട്ട് ഇനി എന്ത് ഇടണമെന്ന് വെച്ചാൽ ചിക്കൻ മസാലപ്പൊടി. ചിക്കൻ മസാലപ്പൊടി
ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങനെ അതിൽ വെച്ച് കിണ്ടണം, വെള്ളമൊന്നും വീട്ടാതെ. നമ്മൾ കാരണം വെച്ചാൽ മല്ലിപ്പൊടിയുടെ ഇലേനെ പച്ച മണം കിട്ടും, അതൊന്ന് മാറി കിട്ടും. നല്ല ഉണ്ട് ഉണ്ട് നല്ലതുപോലെ നല്ല കിണ്ട്. കണ്ടാ ഗൈസ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അത് മാസത്തേക്ക് ഒരിക്കലേ വരുവുള്ളൂ. എന്നിട്ട് ഇതേ ഒരു വർഷം മൊത്തം പറഞ്ഞു കാണിക്കും. ഇന്ന് ഞാൻ അടുക്കളയിൽ കയറ്റിയതിന്റെ അനുഭവം എനിക്കിനി ഒരു വർഷം വരെ ചേക്കയില്ല. അരസ്യൽവാദി കിണ്ട് മസാല കിണ്ടി. ഇനി ചിക്കനൊക്കെ എടുത്ത് ഇത് ഞാൻ ഉപ്പും മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി കുറച്ചിട്ട് വിരവി വെച്ചിരുന്നത്. ചിക്കനൊക്കെ ചിക്കനിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലയൊക്കെ ഈ ചിക്കൻ്റെ അകത്ത് പിടിക്കണം. അങ്ങനെ അതിട്ട് കുറച്ച് വെള്ളമൊക്കെ കുറച്ച് വെള്ളം വീത്തി കൊടുത്ത്, നമുക്ക് കട്ടിക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി കുറഞ്ഞ് കട്ടിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇല്ല ഗ്രേവി വേണമെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ വെള്ളം വീട്ടിയെടുക്കാം. ഉപ്പിട്ട് കേട്ടോ ഗൈസ്, ഉള്ളി ഇടുമ്പോഴും ചിക്കനിലെല്ലാം ഉപ്പിട്ട്. ഇനി ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് വേണം, കുറവെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇനി ഇതിങ്ങനെ ഇരുന്ന് വേവട്ടെ. കറിക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ല ഇങ്ങനെ ആണെങ്കിൽ ഓക്കെ. ഇത് കൊള്ളാം. ഇനി ഞാനാണ് കഷ്ടപ്പെട്ട് ചിക്കൻ കറി വെച്ചത്. ഓക്കെ, അതുകൊണ്ട് ചിക്കൻ കറി കൊള്ളാമല്ലേ? നിങ്ങളാണ് കഷ്ടപ്പെട്ട് വെച്ചത്. അതാണ്ടല്ലേ എത്ര വട്ടം കണ്ടില്ലേ നീ? ചിക്കൻ കറി വെച്ചിട്ട് ചിക്കൻ കറി എടുത്ത് ആരെങ്കിലും കിട്ടുമോ? ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് കുറച്ച് സഹായിച്ചിട്ട് ചിക്കൻ കറി വെച്ചത്. ഇനി ഇതെടുത്ത് അടക്കി ഇങ്ങനെ അടച്ച് കുറച്ച് നേരം വെച്ചിട്ട് കുറച്ചുകൂടെ വേവണം. ചിക്കൻ അടുത്ത് വന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി തനിയെ ചിക്കൻ വാങ്ങിച്ച് വെച്ചിരിക്കണം. അത് വലുതായിട്ട് ലെഗ് പീസൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കണം. അതിൻ്റെ വീഡിയോ പിന്നീട് വരും. ഓക്കെ ബൈ. ഞങ്ങളെ ചിക്കൻ കറി റെഡിയായി. ബൈ.